ഉന്നയിച്ചിരുന്നു. പിന്നെ അത് ഒഴിവാക്കി. അത് മാത്രമല്ല, അതിന് ശേഷം അവിടെ ഒറീസയിൽ അച്ഛനെ അടിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നേരം ആദ്യം പ്രതിഷേധിക്കണ്ടേ? അതിനെന്താ പരിപാടി? അവിടെയാണല്ലോ അച്ഛനെയും അതുപോലെ തന്നെ മക്കളെല്ലാം ചുട്ടുപോകുന്നത് ഒഡീഷയിൽ. അതൊക്കെ പറഞ്ഞ ഭാഷ അതെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഭാഷ അവരെ. അതായത് ഇതിന്റെ അകത്ത് ക്രിസ്തീയ സമൂഹത്തിനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്ന ഒരു ശക്തിയായ വിഭാഗം കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുണ്ട്. കേക്ക് സഭാ നേതൃത്വത്തിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് പേരിനെ എതിർക്കുകയും എന്നാൽ അവസരവാദപരമായ സൗകര്യം കിട്ടുമ്പോൾ അനുകൂലിക്കുകയും ചെയ്യാം. അതിൻ്റെ പിന്നെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിലേക്ക് ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത് അത് രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞു നോക്കുകയാണ്. മതം കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രീയമല്ലല്ലോ. അവരുടേതായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ എല്ലാ കാലത്തും ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ ശക്തിയായിട്ട് എതിർക്കണ്ടേ, പ്രതിരോധിക്കണ്ടേ? ആ പ്രതിരോധത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ട് പ്രതിരോധിക്കാൻ. ഞങ്ങളത് എല്ലാ കാലത്തും പ്രതിരോധിച്ചുകൊണ്ട് ഇനിയും പ്രതിരോധിക്കും. ഒഡീഷയിലുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടാകുമ്പോഴും മുമ്പ് ഇന്ത്യയുടെ പല ഭാഗത്ത് ഉള്ളപ്പോഴും ഒക്കെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇനിയും പ്രതിരോധിക്കുന്നതിൽ സി പി എമ്മിന് സംശയമില്ല. മൂന്നാം പിണറായി ഗവൺമെന്റ് ഉറപ്പല്ലേ? അനിവാര്യമാണ്, ഉറപ്പാണ്. അതിനെന്താ സംശയമുള്ളത്? അവർക്കങ്ങനെ ഓരോരുത്തർക്കും പറയാനുള്ള അവകാശമുണ്ടല്ലോ, ജനാധിപത്യ അവകാശം. ഇതെല്ലാം കേൾക്കുന്നവരില്ലേ രാജ്യത്ത്? അവരല്ലേ വോട്ട് ചെയ്യേണ്ടത്? സഭയുടെ പിന്തുണ വേണ്ടെന്ന് ആര് പറഞ്ഞു ഇതുവരെ? നിങ്ങളേതാ? മനോരമ കൈ പണി ആര് പറഞ്ഞു ഇതുവരെ? അല്ല, നിങ്ങൾ അതിന് ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? കൊണ്ടാന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞല്ലേ പറയാ? ഞാൻ പറഞ്ഞു ഏതെങ്കിലും സന്ദർഭത്തിൽ പള്ളിയുടെയോ അതുപോലെ തന്നെ ഈ വിഭാഗത്തിന്റെ ഏതെങ്കിലും പിന്തുണ വേണ്ട നിങ്ങൾ ആരും പറഞ്ഞോ? പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക, എന്നിട്ട് ആ ചോദ്യത്തിന് മേലെ വേറെ വാർത്ത ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത ഉണ്ടാകും, അതിന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയും. പറയാനുള്ളത് കൃത്യമായിട്ട് പറയും. അത് ആരെയും ഭയപ്പെടുത്താനുള്ളതല്ല. ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ജനാധിപത്യപരമായ വിമർശനമാണ്. ആ വിമർശനം ഞങ്ങൾ ഇന്നലെ ഉന്നയിച്ചിട്ടുണ്ട്, ഇനി ഉന്നയിക്കും. ഓരോ ഉന്നയിക്കുന്ന വിമർശനങ്ങളെല്ലാം നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ട്. ആ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളും ചാഞ്ചാട്ടങ്ങളും വരുമ്പോൾ അതിനെയും വിമർശനാത്മകമായ രീതിയിൽ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ആ രീതിയിലുള്ള കാര്യങ്ങൾ വിമർശനാത്മകമായി സൂചിപ്പിക്കുക തന്നെ ചെയ്യും. അതിരൂപത ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരതിരൂപതയെയും അതുപോലെ തന്നെ ഏതെങ്കിലും ബിഷപ്പുമാരെയും കടന്നാക്രമിക്കുക എന്നുള്ളത് CPIM-ന്റെ നിലപാടേയല്ല. എന്നാൽ പമ്പ്ളാനി എടുത്ത ഒരു നിലപാടിനെ അവസരവാദപരമായ നിലപാട് എന്നാണ് ഞാൻ വിളിച്ചത്. അത് അവസരവാദം നിലപാടായതുകൊണ്ടാണ്. അത്ര കണ്ടാൽ മതി. അതിനെ അത്ര ജനാധിപത്യപരമായ രീതിയിൽ ആ വിമർശനത്തെ കണ്ടാൽ മതി. അതിനപ്പുറത്ത് ചേർത്ത് പറയുന്നതെല്ലാം അവർക്ക് അവരുടേതായ താല്പര്യം എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റുകളെ എതിർക്കുന്നതിന് അവർക്ക് മനസ്സില്ല. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. ഫാസിസ്റ്റുകളെ എതിർക്കാൻ മനസ്സില്ല. ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വരുന്ന ഈ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അവരോടല്ലേ ചോദിക്കേണ്ടത്? സാധിക്കുന്നില്ല, വളരെ വ്യക്തമല്ലേ? ഒരുപാട് കാരണമുണ്ട്. ഞാനിപ്പോ അതിന്റെ കാരണത്തിലൊന്നും പറഞ്ഞില്ല. ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവരെ തന്നെ എന്തെല്ലാം കേസിൽ ഉൾപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അർദ്ധ സൈനിക വിഭാഗം ഇതിന്റെ ഒപ്പം തന്നെ നിന്ന് അല്ല കളിക്കുകയല്ലേ RSS. അവരാണല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവസരവാദ നിലപാടുകൾ എടുക്കേണ്ടി വരുന്നതാണ്. അവസരവാദ നിലപാട് അതുകൊണ്ടാണ് എടുക്കാതിരിക്കേണ്ടത്. അതവരോട് ചോദിക്കണം. ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ ഫരിദത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസരവാദ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ശരിയായ നിലപാട് സ്വീകരിക്കണം, അടിസ്ഥാനപരമായ നിലപാട് സ്വീകരിക്കണം. അത് ഈ RSS-ഉം BJP-യും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി ഇന്ത്യയിൽ പറ്റൂല എന്നാ. അല്ലാണ്ട് ഛത്തീസ്ഗഡിൽ പറ്റൂല എന്നല്ല, ഒഡീഷയിൽ പറ്റൂല എന്നല്ല, മണിപ്പൂരിൽ പറ്റൂല എന്നല്ല, ഇന്ത്യയിൽ പറ്റില്ല. ഇത് ആഭ്യന്തര ശത്രുവാണ് എന്ന് പറയുന്നവരോട് സോപ്പിട്ടിട്ട് മറ്റേ കേക്കും കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ ഞങ്ങൾ ഒരു സ്ഥലത്തും കേക്കും കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരസ്യമായിട്ട് ജനങ്ങളെ ഏറ്റവും പ്രമുഖരായ മുഴുവൻ വ്യക്തികളെയും വിളിച്ചിട്ടുണ്ട്. അതിലും എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അതിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല, ഒന്നുമില്ല. ഒരു ഷോപ്പിംഗും അല്ല. അതെന്താ അപ്പൊ അങ്ങനെ അത് ഉടനെ താരതമ്യം ചെയ്യാണ്. അത് രണ്ടും ഒന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. CPM-ഉം BJP-യും RSS-ഉം ഒന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള
ബോധപൂർവമായിട്ടുള്ള കള്ളപ്രചാര വേലയാണ്. അല്ല, അവര് തന്നെ അവരെ സഭേന്റെ ഭാഗമായിട്ട് ചില ആള്, സഭേനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, സഭേന്റെ പേരെ ഞാൻ ഉപയോഗിച്ചില്ല. സഭയിലെ ചില ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ പറയുന്നത് സഭയും സഭാ നേതൃത്വത്തെയും സ്ഥാപനങ്ങളെയൊക്കെ CPM ആക്രമിച്ചിട്ടുണ്ട്, DYFI ആക്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും ആക്രമിച്ചിട്ടില്ല, ഇനി ആക്രമിക്കൂല. ഞങ്ങൾ ആക്രമിച്ചിട്ടുമില്ല, ഇനിയോട്ട് ആക്രമിക്കുകയില്ല. ആക്രമിക്കുന്നവർക്ക് അഭയം നൽകുകയും ഞങ്ങളുടെ പാർട്ടി ഓഫീസ് പൂർണ്ണമായിട്ടും കുർബാനക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് CPIM ഇന്ത്യയുടെ പല ഭാഗത്തും. അറിയോ? അത് അവരോട് പറഞ്ഞാൽ മതി.